ഇന്നത്തെ ഫുഡ് ബ്ലോഗിന് വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ടെറസിൻ്റെ പൊക്കത്ത് തന്നെ ഉണ്ട്. അതെടുക്കാൻ വേണ്ടി വന്നതാണ്. എന്താണെന്നറിയോ? അമ്പഴങ്ങ. നമ്മുടെ ടെറസിൻ്റെ പൊക്കത്ത് തന്നെ അമ്പഴങ്ങ ആയിട്ടുണ്ട്. കുറേ വർഷമായി. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം ആയി അമ്മ നട്ടിട്ട് ഇവിടെ. അമ്പഴങ്ങയുടെ ഉപ്പിലിട്ടതും അമ്പഴങ്ങയുടെ അച്ചാറും എല്ലാം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ വലിയ അമ്പഴങ്ങയല്ല, ചെറിയ അമ്പഴങ്ങയാണ്. കാണിച്ചു തരാം. അമ്പഴങ്ങയൊന്നുമില്ല, ഇതേപോലെ ചെറിയ അമ്പഴങ്ങയാണ് നമ്മുടെ ഇവിടെ ആകുന്നത്. ഇതൊരെണ്ണം നമുക്ക് ഇവിടെ എടുക്കാം, ബാക്കി അപ്പുറത്തുണ്ട്. ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടി നമുക്ക് 3 അമ്പഴങ്ങ മതി കേട്ടോ. ബാക്കി അതിനകത്ത് തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഉപ്പിലിട്ടത് എടുക്കണം, പിന്നെ അച്ചാറിടാനും നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. നമ്മൾ 3 അമ്പഴങ്ങയാണ് എടുത്തേക്കണത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അടുക്കളയിൽ പോകാം. നമുക്ക് കുറച്ച് പുളിയും കൂടി ആവശ്യമുണ്ട്, അപ്പോൾ അതും കൂടി നമുക്ക് എടുക്കാം. നമ്മുടെ മരത്തിൽ തന്നെ ഉണ്ട് പുളി. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള പുളി നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ഇതുണ്ടോ, ആവശ്യത്തിനുള്ള പുളിയായി. നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ത്യൻ ഫെലോ ട്രാവലറിൻ്റെ അമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ റെസിപ്പി എന്താണ് നമ്മൾ ഉണ്ടാക്കിയത്? ചമ്മന്തിപ്പൊടി. കഴിഞ്ഞ ദിവസത്തെ റെസിപ്പി ചമ്മന്തിപ്പൊടി ആയിരുന്നു. നല്ലൊരു റെസ്പോൺസ് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടി. നല്ല കമൻസ് ഉണ്ടായിരുന്നു. അതേപോലെ ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? താളിന്റെ തണ്ടും താളിലയും ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് സ്വാദിഷ്ടമായ വിഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ പേര് അൾവത്തി എന്ന് കൊങ്കണിയിലല്ലേ? അൾവത്തി. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അൾവത്തിയാണ്. കൂടുതലും ഇത് മഴക്കാലത്താണ് ചെയ്യുന്നത് അല്ലേ? അൾവത്തി ഉണ്ടാക്കുന്നതിന്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തും. താളിലയുടെ കൂട്ടുകറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്: താളില തണ്ട്, ഇത് ചെറുതാക്കി വട്ടത്തിൽ മുറിച്ചു വെച്ചതാണ്. അതേപോലെ ഇലയും ചുരുട്ടി എടുത്ത് മുറിച്ചു വെച്ചിരിക്കുകയാണ്. അരമുറി തേങ്ങ ചിരണ്ടി വെച്ചത്, 7 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കായം, പിന്നെ അമ്പഴങ്ങ, വരിപ്പൻ പുളി. ഇത്രയുമാണ് ഇന്നത്തെ വിഭവത്തിനുള്ള ഇൻഗ്രീഡിയൻസ്. തണ്ട് മുറിക്കുന്ന വിധം കാണിച്ചു തരാം. ആദ്യം ഈ പുറമേയുള്ള തൊലി വലിച്ചെടുക്കണം. പിന്നെ വട്ടത്തിലിങ്ങനെ മുറിച്ചെടുക്കുക. അതുപോലെ ചേമ്പിലയും ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് മുറിക്കുക. ചേമ്പില കൂട്ടുകറി ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ അത് തണ്ട് എടുത്തിട്ടുണ്ട്, അതായത് ചേമ്പിലയുടെ തണ്ട് 30 എടുത്തിട്ടുണ്ട് അല്ലേ? അതേപോലെ നമ്മൾ ചേമ്പിലയുടെ താള് 15 എടുത്തേക്കണം അല്ലേ? ചേമ്പിലയുടെ താള് 15 എടുത്തിട്ടുണ്ട്. അതേപോലെ പുളി നമ്മൾ ഒരു 15 എടുത്തിട്ടുണ്ട് അല്ലേ? ചെറിയ പുളി ആയതുകൊണ്ട് നമ്മൾ 15. പിന്നെ അതേപോലെ അമ്പഴങ്ങയാണ് സാധാരണ ഇതിന് കൂടുതലായിട്ട് ഇടാറ് അല്ലേ? അമ്പഴങ്ങ കിട്ടാതാകുകയോ അല്ലെങ്കിൽ അമ്പഴങ്ങ കുറവാകുകയോ ആണെങ്കിലാണ് നമ്മൾ പുളി കൂടുതൽ ഇടുന്നത്. ഇത് പുളിയും അമ്പഴങ്ങയും നമ്മൾ യൂസ് ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ചൊറിയാതിരിക്കാനാണ് അല്ലേ? ചൊറിയാതിരിക്കാനാണ് നമ്മൾ അമ്പഴങ്ങയും വരിപ്പം പുളിയും നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണത്. അമ്പഴങ്ങ കൂടുതലുണ്ടെങ്കിൽ അമ്പഴങ്ങ ഇടുക, അമ്പഴങ്ങ ഇല്ലെങ്കിൽ നമുക്ക് പുളി യൂസ് ചെയ്യാം അല്ലേ? നമ്മൾ മൺകലത്തിലാണ് കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമ്മുടെ മൺകലം എടുത്ത് ഗ്യാസിൽ വെക്കാം. അതേപോലെ ഒരു മൊന്ത വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം അതേപോലെ മുറിച്ച് വെച്ച ചേമ്പിലത്തണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതേപോലെ മുറിച്ച് വെച്ച ചേമ്പിലയും നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ കുറച്ചധികം ഉണ്ടെന്ന് തോന്നും, പക്ഷേ വെന്ത് വരുമ്പോൾ ഇതിൻ്റെ 1/4 ഭാഗമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊരു അടപ്പ് വെച്ചിട്ടൊന്ന് മൂടി വെക്കാം. 10 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. നമ്മൾ അമ്പഴങ്ങ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തു. ഏകദേശം 10 മിനിറ്റ് ആയിട്ടാണ് നമ്മൾ വേവിക്കാൻ വെച്ചത്. നമുക്കിന്ന് തുറന്നു നോക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ ഫുള്ള് ടൈറ്റായിട്ട് നിന്നേച്ചാൽ ചേമ്പിലയുടെ തണ്ടുകൊണ്ട് ഇപ്പോൾ നേരെ പകുതിയായി. നമുക്ക് ഇതിനകത്തോട്ട് പുളിയും ഉപ്പും കൂടി ആഡ് ചെയ്യണം. അമ്പഴങ്ങ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം വരിപ്പം പുളി, അതുപോലെ നമുക്ക് ഉപ്പും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. അതുപോലെ നമ്മൾ മുളകും പകുതി മുറിച്ചിട്ടാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്യാം.
നമ്മൾ വേവ് വന്നനുസരിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ അമർത്തി കൊടുക്കുക അല്ലേ, ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചേമ്പിലത്തണ്ടും ഇലയും വേവും. ചേമ്പിലയും ചേമ്പിലത്തണ്ടും അമ്പഴങ്ങിയും പുളിയും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, ഒരു ഹാഫ് പോർഷൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പീര ആഡ് ചെയ്യണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കറി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പും മുളകും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇത് ഫിനിഷ് ആയതിനു ശേഷം നമുക്ക് ഉപ്പോ മുളകോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എരിവുണ്ട്, എരിവരി ഉപ്പ് കുറവാണെന്ന് തോന്നുന്നു. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു. അതേപോലെ ചെറുതായിട്ടൊന്ന് ചൊറിയണമെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ എനിക്ക് പണ്ട് മുതലേ ഇതിൻ്റെ അലർജി ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചൊറിയും എന്നൊരു ഫീലുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പുളിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ എണ്ണയുടെ കാര്യം മെൻഷൻ ചെയ്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു അരത്തവി എണ്ണ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. വെളിച്ചെണ്ണ കേട്ടോ. ആ വെളിച്ചെണ്ണ അതിനകത്തോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം കായപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഇനി നമുക്ക് നല്ലോണം അത് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഡിഷിൻ്റെ നല്ല സുഗന്ധം വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് നമുക്കിവിടെ സ്മെല്ല് പിടിക്കുന്നുണ്ട്. നമ്മൾ ചേമ്പിലത്തണ്ടും ചേമ്പില ഇട്ടപ്പോൾ അത് നിറഞ്ഞ് നിന്നേച്ചുണ്ടോ. ഇപ്പോൾ ഒരു 1/4 ഭാഗം സത്യം പറഞ്ഞാൽ ഇല്ല. കൂട്ടുകറി റെഡി ആയിട്ടോ. ഇനി നമുക്ക് പാത്രത്തിലോട്ട് എടുത്ത് സെർവ് ചെയ്ത് വെക്കാം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി അൾവതി, അതായത് ചേമ്പില കൂട്ടുകറി. അപ്പോൾ ചേമ്പില കൂട്ടുകറി നമ്മൾ 2 എണ്ണം ചെയ്തിട്ടോ. അതായത് ഇതും കൂടി കൂട്ടി നമ്മൾ 2 ചേമ്പില കൂട്ടുകറി ചെയ്തു. ആദ്യത്തെ നമ്മൾ ഗട്ടിയാങ്കഷി അല്ലേ, ഗട്ടിയാങ്കഷി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരും കാണാതെ ഉണ്ടെങ്കിൽ ഞാൻ ഐക്കാർഡിൽ ലിങ്ക് തരാം, നിങ്ങളതൊന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ അൾവതി റെഡി ആയിരിക്കുകയാണ് അല്ലേ. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും ഇത് ഊണ് കഴിക്കുമ്പോഴാണ് ശരിക്കും ടേസ്റ്റ് ചെയ്യേണ്ടത്. ഇതൊരു സ്വാദിഷ്ടമായ ഒരു കൂട്ടുകറിയാണ് കേട്ടോ. അതുമാത്രമല്ല ഹെൽത്തി ആയിട്ടുള്ള കൂട്ടുകറിയാണിത്. നമുക്കിതൊന്ന് റിവ്യൂ ചെയ്യാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ചൂടാണ്, പക്ഷെ വായിൽ വെള്ളം തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാ. ഞാനേട്ടാ പുളി കുറച്ച് ആഡ് ചെയ്യാൻ പറഞ്ഞു. കാരണം എന്താ അറിയോ, എനിക്ക് ഇവള് നോർമലി ഇടുന്നതിനെക്കാട്ടി കൂടുതൽ പുളി എനിക്ക് വേണം. കാരണം എന്ന് വെച്ചാൽ എനിക്കുള്ളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു പേടിയുണ്ട്, ചൊറിയോ എന്ന്. പക്ഷെ അങ്ങനെ ചൊറിയൊന്നുമില്ല, നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ്. പുളി കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു അല്ലേ. ഞാൻ പുളി കുറച്ച് കൂടുതലിടാൻ പറഞ്ഞപ്പോൾ 2 പുളി അതിനകത്ത് കൂടുതൽ വീണെന്ന് തോന്നും. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. അപാര ടേസ്റ്റാണ് ഈ സാധനത്തിന്, അപാര ടേസ്റ്റാണ്. ഇത് നമ്മളുണ്ടാക്കിയോണ്ട് പറയണതല്ല, ഈ ഡിഷിന് നല്ല കിടിലൻ സ്വാദാണ്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. ഈ കൂട്ടുകറിയിൽ നമ്മൾ താളിച്ചിടില്ല, വെറും എണ്ണ മാത്രമാണ് നമ്മൾ ഇതിൻ്റെ പൊക്കത്തോട്ട് ഒഴിക്കണത്. ചേമ്പില വെച്ചിട്ട് നമുക്ക് ഇഷ്ടം മാതിരി ഡിഷ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നാച്ചുറൽ ഐസ്ക്രീം എന്നൊരു ടീം, അതായത് നമ്മുടെ മംഗലാപുരം ബോംബെ സൈഡിൽ കാണുന്ന നാച്ചുറൽ ഐസ്ക്രീമാണ് നമ്മുടെ എറണാകുളത്തുണ്ട്. അവർ ചേമ്പില വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ഇന്ന് വാട്സപ്പിൽ വന്നൊരു മെസ്സേജാണ് നമ്മുടെ ഫ്രണ്ട്, എൻ്റെ കസിൻ അയച്ചു തന്നാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അൾവതി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ബെല്ലൈക്കണം നോക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കിടിലൻ വീഡിയോ നിങ്ങൾ മുമ്പിൽ എത്രയും പെട്ടെന്ന് എത്തും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.